ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാമച്ചൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ബാലചന്ദ്രന് വൈജയന്തിയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താ, അലീനയെ സ്നേഹിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് വേണ്ട അങ്കിൾ, സ്വന്തം ഭാര്യ മറ്റൊരുത്തൻ്റെ കുട്ടിയെ പ്രസവിച്ചിട്ട് അതൊരു അപമാനമായി പേര് നടക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ അതൊരു അന്തസ്സല്ല. ഭാര്യയെ ഉപേക്ഷിച്ച് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നാണ് പറഞ്ഞത്. മേഡം അറിഞ്ഞാൽ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് മേഡവും പോകും. പിന്നെ ആ കുടുംബം ചിന്ന ഭിന്നമായി പോകും. മേഡം ആത്മഹത്യ ചെയ്യാൻ പോലും മടിക്കില്ല. ജീവിച്ചിരുന്നാലല്ലേ എല്ലാവരുടെ അടുത്തും ഉത്തരം പറയേണ്ടുള്ളൂ. മക്കളുടെ അടുത്ത് പറയണം, നാട്ടുകാരുടെ അടുത്ത് പറയണം, വീട്ടുകാരുടെ അടുത്ത് പറയണം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അതൊന്നും വേണ്ടാലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഗോവർദ്ധനും ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഗംഗാധര മേനോൻ്റെ വീടിൻ്റെ അടുത്തെത്തിയിട്ടും എന്തിനാ ബാലേട്ട ഇവിടെ റൂം എടുക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഞാൻ എവിടെ വിളിച്ചാലും അയാൾ ഇപ്പോൾ ഓടി വരും, അങ്ങനത്തെയാണ് ഞങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഗോവർദ്ധനെ മെല്ലെ റൂമിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് ഗംഗാധര മേനോനെ വിളിക്കുന്നുണ്ട്. ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും അടുത്തെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്, ഇങ്ങോട്ട് വരാതിരിക്കുന്നത് വളരെ മോശമാണ് ബാലചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗാട്ടെ എവിടേക്ക് വിളിച്ചാലും ഞാൻ ഒരു കാലത്ത് വന്നിരുന്നു, ഇപ്പോൾ ഞാൻ വിളിക്കുന്നിടത്ത് നിങ്ങൾ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അലീനയും രേവതിയും കൃഷ്ണയും ബബിതയും രോഹിതും കൂടെ വെളിയിൽ കറങ്ങാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മാമച്ചനും ഗ്രേസമ്മയും വിളിക്കുന്നുണ്ട്, അത് വേണ്ട, ഞങ്ങൾ വരുന്നില്ല, ഇവിടെയുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളും രേവതിക്കുട്ടിക്ക് അറിയാം, അപ്പോൾ രേവതിക്കുട്ടി നിങ്ങളെ കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഗംഗാധര മേനോൻ ഹോട്ടലിലെത്തിയിട്ട് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് റൂം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് തിരിച്ച് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ, ഇത്രയും ഹോട്ടലിലെത്തിയിട്ടും നിങ്ങൾക്ക് റൂം എവിടെയാണെന്ന് എന്നെ വിളിച്ചിട്ട് വേണം ചോദിക്കാൻ, താഴെ ചോദിച്ചാൽ അവർ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. ബാലചന്ദ്രനെ നേരിൽ കണ്ടത് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും വലുതാണ് എൻ്റെ മനസ്സിലുള്ളത്, അത് ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ, ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്, എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ബാലചന്ദ്രൻ ഗംഗാധര മേനോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ പെങ്ങൾ പിഴച്ചു പ്രസവിച്ചില്ലേ, ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയണം, അവരുടെ പേരെനിക്ക് അറിയുമെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ അതൊക്കെ അറിയുന്നത്, അത് അറിഞ്ഞാൽ കൂടുതൽ വിഷമാവുകയല്ലേ ഉള്ളൂ, അതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട, എനിക്ക് അറിയാൻ വേണമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഒറ്റ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞതാ, ഇല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിലാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. അവർ തമ്മിൽ കുറച്ച് വാക്കുതർക്കമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.